നമസ്കാരം. കോൺഗ്രസിന്റെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഒടുവിൽ ആ സത്യം തുറന്നു പറഞ്ഞു. 2-3 മാസങ്ങളായി പാർലമെന്റിന്റെ മുഖ്യ വിഷയം അമേരിക്കൻ ശതകോടീശ്വരനും മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ തുനിഞ്ഞിറങ്ങുകയും ചെയ്തിരുന്ന ജോ സോറസും രാഹുൽ ഗാന്ധിയും സോണിയയും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റിയുള്ള ചർച്ചയായിരുന്നു പാർലമെന്റിൽ BJP ഉയർത്തിയ മുഖ്യ വിഷയം. ഇത്രയും ദിവസമായിട്ടും പലതരത്തിൽ രാഹുലും സോണിയും ജോ സോറസുമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നതിന്റെ ഫോട്ടോകളും വീഡിയോകളും സഹിതം BJP നേതാക്കൾ തന്നെ ട്വിറ്ററിൽ കൂടെ ട്വീറ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ പാർലമെന്റിൽ തുറന്നു പറഞ്ഞിരിക്കുന്നു. അതായത് രാഹുലിന് ജോ സോറസുമായിട്ട് ബന്ധമുണ്ട് എന്ന കാര്യമാണ് പാർലമെന്റിൽ ഖാർഗെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഹരിയാന, മഹാരാഷ്ട്ര, കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ പരാജയം ഏറ്റുവാങ്ങിയതോടെ KC വേണുഗോപാലും മല്ലികാർജ്ജുന ഖാർഗെയും വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയും കുറ്റം പറയാൻ തുടങ്ങി. കോൺഗ്രസിൽ പരസ്പരം മുതിർന്ന നേതാക്കൾ രാഹുലിന്റെ പക്വതയില്ലാത്ത സമീപനമാണ് അവർ തുറന്നു പറഞ്ഞത്. അങ്ങനെയാണ് ഈ കോൺഗ്രസ് കുടുംബത്തിൽ, അതായത് സോണിയ കുടുംബത്തെ അവർ വലിയ രീതിയിൽ ആക്രമിച്ചു. കാരണം രാഹുലിന്റെ ഒരു സ്വഭാവം കാരണം കൊണ്ടാണ് വലിയ പരാജയത്തിലേക്ക് എത്തിയത് എന്നവർ തുറന്നു പറയുന്ന ഒരു അവസ്ഥ വരെയുണ്ടായി. കോൺഗ്രസിനിടയിൽ കുടുംബാധിപത്യമാണെന്ന പല നേതാക്കളും ഇതിനോടകം തന്നെ തുറന്നു പറഞ്ഞ കാര്യമാണ്. അതിനിടെയാണ് രാജ്യത്തെ 140 കോടി ജനങ്ങളും കേൾക്കെ പുര കത്തുമ്പോൾ തന്നെ വാഴ വെട്ടുന്ന രീതിയിൽ ഖാർഗെ ആ സത്യം പാർലമെന്റിൽ തുറന്നു പറഞ്ഞത്. ഒരു സത്യം അധികകാലം മൂടി വയ്ക്കാൻ കഴിയുകയില്ല. രാജ്യദ്രോഹ കുറ്റത്തിന്റെ സംശയത്തിൽ അഥവാ റഡാറിലാണ് സോണിയ കുടുംബം. ഖാർഗെയുടെ ഈ വെളിപ്പെടുത്തൽ എല്ലാ സംശയങ്ങളും ശരിവെക്കുന്ന രീതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കൻ ശതകോടീശ്വരൻ ജോ സോറസും സോണിയ കുടുംബം തമ്മിലുള്ള ബന്ധമാണ് ഖാർഗെയുടെ വെളിപ്പെടുത്തലിലൂടെ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി മാധ്യമങ്ങൾ പല രീതിയിലും പുറത്തു വന്നിരുന്ന ആരോപണങ്ങൾ BJP തന്നെ ഔദ്യോഗികമായി ഉന്നയിച്ച കാര്യങ്ങളാണ് ഖാർഗെയുടെ വെളിപ്പെടുത്തലിലൂടെ സത്യമായിരിക്കുന്നത്. ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിച്ച് അസ്ഥിരപ്പെടുത്തി രാഹുൽ ഗാന്ധി ഭരണത്തിലേക്ക് കയറാൻ ജോ സോറസുമായും അദ്ദേഹത്തിന്റെ വിവിധ സംഘടനകളോട് ശ്രമിക്കുകയായിരുന്നു എന്ന ആരോപണം BJP തുടക്കം മുതലേ ഉയർത്തിയ ഒരു കാര്യമാണ്. ഇടയ്ക്കിടെയുള്ള രാഹുൽ ഗാന്ധിയുടെ സംശയാസ്പദമായ രീതിയിലുള്ള വിദേശ സന്ദർശനം, അതുപോലെ അമേരിക്കൻ സന്ദർശനവും ആ മണ്ണിൽ വെച്ച് നരേന്ദ്രമോദി സർക്കാരിനെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലും ഭാരതത്തെ അപമാനിക്കുന്ന രീതിയിലും ഒക്കെയുള്ള രാഹുലിന്റെ പ്രസംഗം സംശയത്തോടു കൂടിയാണ് നമ്മൾ നോക്കിക്കണ്ടത്. രാഹുൽ ഗാന്ധിയുടെ രഹസ്യ അജണ്ടയുടെ ഭാഗമായിരുന്നു എന്ന ആരോപണവും ഇതോടെ ശക്തമാവുകയാണ്. അദാനിക്കെതിരെ അമേരിക്കയിലെ ഹിഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയത് നരേന്ദ്രമോദിയെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ മുന്നോടിയായിട്ടാണ് എന്ന ആരോപണവും ഇതോടുകൂടി ഉയർന്നു കഴിഞ്ഞു. ഡീപ് സ്റ്റേറ്റിന്റെ ചുമതലക്കാരെന്ന നിലയിലേക്കാണ് ജോ സോറസും രാഹുൽ ഗാന്ധിയുടെ ബന്ധം വിരൽ ചൂണ്ടുന്നത്. സെലിൻ ഷെട്ടിയാണ് ജോ സോറസ് ഇന്ത്യയിലേക്ക് ചുമതലപ്പെടുത്തിയത്, അതായത് രാജ്യത്ത് കലാപം നടത്താൻ വേണ്ടി രാഹുലിനെ സഹായിക്കാൻ. കാരണം രാജ്യത്ത് ഏതെങ്കിലും തരത്തിലൊരു അനിഷ്ട സംഭവങ്ങൾ നടന്നാൽ രാഹുൽ ഗാന്ധി വന്നതിന് ശേഷമാണ് അവിടെ വലിയ രീതിയിൽ ഒരു കലാപം തന്നെ പൊട്ടിപ്പുറപ്പെടുന്നത്. അതിനിടെയാണ് രാഹുൽ ഗാന്ധിക്ക് ജോ സോറസുമായി ബന്ധമുണ്ടെന്ന ആരോപണം പരസ്യമായി BJP ഉന്നയിച്ചത്. ഇക്കാര്യം കഴിഞ്ഞ ദിവസമാണ് JDUവിന്റെ MP S കുമാർ പാർലമെന്റിൽ ഉന്നയിച്ചത്. ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് സോറസുമായി ബന്ധമുണ്ട് എന്നാണ് S കുമാർ ഉന്നയിച്ചത്. ഉടൻ ഇതിന് മറുപടിയായി മല്ലികാർജ്ജുന ഖാർഗെ എണീറ്റ് നിന്നൊരു പ്രസ്താവന നടത്തി. അതായത് കോൺഗ്രസിനിട്ട് തന്നെ മല്ലികാർജ്ജുന ഖാർഗെയുടെ വക സെൽഫ് ഗോളാണ് ഖാർഗെ അവിടെ പാർലമെന്റിൽ അടിച്ചത്. സഭയിലില്ലാത്ത അംഗത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ഉചിതമല്ല എന്നായിരുന്നു മല്ലികാർജ്ജുന ഖാർഗെ നടത്തിയ പ്രതികരണം. അപ്പോൾ സഭയിലില്ലാത്ത മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആയിരുന്നു. ഇതോടെയാണ് BJP MP സുധാംശു ചതുർവേദി എഴുന്നേറ്റ് നിന്ന് ഒരു കാര്യം പറഞ്ഞത്. ഞങ്ങൾ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, ഒരു വ്യക്തി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴാണ് ഖാർഗെക്ക് തന്നെ പറഞ്ഞത് സഭയിലില്ലാത്ത മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്ന് ഖാർഗെ തന്നെയാണ് എല്ലാം തുറന്നു പറഞ്ഞുവെന്ന് അവസാനം ഖാർഗെക്ക് കാര്യം മനസ്സിലായി. ഇതോടെ ഖാർഗെ അടപടലം വെട്ടിലാവുന്ന അവസ്ഥയിലായി. ജോ സോറസുമായി ബന്ധമുള്ള സീനിയർ കോൺഗ്രസ് അംഗം രാഹുൽ ഗാന്ധിയാണെന്ന പരോക്ഷമായ സൂചന ഖാർഗെയുടെ വായിൽ നിന്ന് തന്നെ ഖാർഗെ വിളിച്ചു പറഞ്ഞു 140 കോടി ജനങ്ങൾ കേൾക്കെ. ഇത് കോൺഗ്രസിനിട്ട്, സോണിയ കുടുംബത്തിനിട്ട് ഖാർഗെയുടെ വക നല്ല ഉഗ്രൻ സെൽഫ് ഗോളാണ്. മെസ്സി പോലും ഇങ്ങനത്തെ ഒരു ഗോള് അടിക്കില്ല. ആ രീതിയിലാണ് ഖാർഗെ സോണിയാഗാന്ധിയുടെയും രാഹുലിന്റെയും നെഞ്ചും കൂടിയിട്ടൊരു ഗോൾ അടിച്ചത്.